ഇപ്പോൾ നമ്മൾ എല്ലാവരും വാർത്തകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം? നമ്മളുടെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ചുറ്റുമുള്ള ആവരണമാണ് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനിഞ്ചസിൽ ഇൻഫെക്ഷൻ വന്ന ബ്രെയിനിൻ്റെ സർഫസിലും ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് നമ്മൾ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയും. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ സാധാരണയായിട്ട് കാണുന്നത് പെട്ടെന്ന് പനി, തലവേദന, ഓക്കാനം, ഛർദിൽ, ലൈറ്റ് കാണുമ്പോൾ ബുദ്ധിമുട്ട്, പിന്നെ പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ അപസ്മാരം പോലെ വന്ന് അല്ലെങ്കിൽ പിന്നെ ബോധക്കേടായിട്ട് അങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വരെ എത്തുന്നത്? അത് മൂക്കിൽ കൂടെ നമ്മുടെ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് തിന്നായിട്ടുള്ള ഒരു സ്കള്ളിൻ്റെ പാളിയിൽ കൂടെയാണ് അത് ബ്രെയിനിലെത്തുന്നത്. എന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി ബ്രെയിൻ ഈറ്റിംഗ് അമീബ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇത്തരം മലിനജലത്തിൽ നമ്മൾ കുളിക്കുകയോ കളിക്കുകയോ മുങ്ങുകയോ അങ്ങനത്തെ ഉള്ള സ്പോർട്സ് അവോയ്ഡ് ചെയ്യുക. മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുകയും സ്വിമ്മിംഗ് പൂൾസ് ആണെങ്കിലും ഈ തീം പാർക്സ് ആണെങ്കിലും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമായിട്ട് വെച്ചേക്കുന്ന ഇതിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അഥവാ നമ്മൾ ഈ നസ്യം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളതാണെങ്കിലും നമ്മളത് ശുദ്ധജലത്തിൽ അത് തിളപ്പിച്ചിട്ടോ അങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത് അങ്ങനെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ.